ഒരു പുരോഹിതനും ഒരു മാലാഖയും അടുത്തു വരുന്നത് കണ്ടാൽ ഞാൻ ആദ്യം അഭിവാദ്യം ചെയ്യുക ഒരു പുരോഹിതനെ ആയിരിക്കും. കാരണം മാലാഖ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നു, എന്നാൽ പുരോഹിതൻ ദൈവത്തിന്റെ സ്ഥാനം വഹിക്കുന്നു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ കൂടപ്പിറപ്പുകളെ, ഇന്ന് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ നാം വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ലോകത്തെവിടെയൊക്കെയോ കേൾക്കുന്ന നിലവിളികൾക്കുള്ള ഉത്തരമായി, ജീവിതത്തിന്റെ വിഷമസന്ധികളിൽ നിറകണ്ണുകളോടെ ദൈവത്തെ വിളിക്കുന്നവർക്കുള്ള ഉത്തരമായി ദൈവം തന്നെ നേരിട്ട് വിളിച്ച് തനിക്ക് പകരക്കാരായി ഈ ഭൂമിയിൽ നിയോഗിച്ചവരെ ഓർക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ഒരു ദിനം. ഒരു ക്രിസ്ത്യാനിയുടെ ജനനം മുതൽ മരണം വരെ ഒരു പുരോഹിതന്റെ സാന്നിധ്യമുണ്ട്. ഭൂമിയിൽ ക്രിസ്തുവിന് പകരക്കാരനായി നിന്ന് ക്രിസ്തുവിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നവൻ, നമ്മുടെ ജീവിതങ്ങളിൽ സ്വാധീനം ചെലുത്തിയ, നമ്മുടെ വിഷമങ്ങളിൽ നമ്മളെ ആശ്വസിപ്പിച്ച, കണ്ണുകൊണ്ട് നാം കാണാത്ത ദൈവത്തിനു വേണ്ടി തീവ്രമായി ആഗ്രഹിച്ചപ്പോൾ അവനെ കൈകളിൽ വെച്ച് നൽകിയ പുരോഹിതൻ, പലപ്പോഴും തന്റെ സങ്കടങ്ങളെ ദൈവത്തെ പ്രതിയും ദൈവജനത്തെ പ്രതിയും മറക്കുന്നവൻ. ആ പുരോഹിതർക്ക് വേണ്ടി നാം എപ്പോഴെങ്കിലും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ഇറങ്ങിത്തിരിച്ച പുരോഹിതർ, ഒരു നാട് മുഴുവന്റെയും മാനസാന്തരത്തിനായി കുമ്പസാരക്കൂട്ടിലും ദേവാലയത്തിലുമായി ദിനരാത്രങ്ങൾ ചെലവഴിച്ച ഒരു വലിയ വിശുദ്ധ പുരോഹിതന്റെ പിൻഗാമികളായി കാൽവരിയിൽ യാഗമായി തീർന്ന നിത്യപുരോഹിതനായ യേശുവിനെ അനുകരിച്ച് ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ഇറങ്ങിത്തിരിച്ച പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരല്പസമയം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റിവെക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.